നാനോ ടെക്നോളജി വലിയ ശാസ്ത്രം. എന്താണ് നാനോ ടെക്നോളജി? ഓരോ വസ്തുവും നിർമ്മിച്ചത് ആറ്റങ്ങൾ എന്ന സൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണല്ലോ. കുറേ ആറ്റങ്ങൾ ചേർന്നതാണ് തന്മാത്രകൾ. തന്മാത്രകൾ ചേർന്ന് പദാർത്ഥങ്ങളും. അടിസ്ഥാന കണം ഒന്നാണെങ്കിലും ആറ്റങ്ങളുടെ ഘടന ഓരോ വസ്തുവിലും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് വസ്തുക്കൾക്ക് വ്യത്യസ്ത ഗുണങ്ങൾ ഉണ്ടാകുന്നത്. അടിസ്ഥാന ഗണങ്ങളുടെ ഘടനയിൽ മാറ്റം വരുത്തിയാൽ വസ്തുവിൻ്റെ സ്വഭാവത്തിലും മാറ്റമുണ്ടാകും. ഇത്രയും ചെറിയ ആറ്റങ്ങളെ പെറുക്കിയെടുത്ത് അവയുടെ ഘടനയിൽ മാറ്റം വരുത്തി പുതിയ വസ്തു ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയാണ് നാനോ ടെക്നോളജി. ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ എന്ന വമ്പൻ പുസ്തകശേഖരത്തിലെ മുഴുവൻ വിവരങ്ങളും മുട്ടുസൂചി മുനയിൽ ഒതുക്കാം. ഒരു പഞ്ചസാരത്തരി വലുപ്പമുള്ള വസ്തുവിൽ കോടിക്കണക്കിന് കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കാം. കൂറ്റൻ വ്യവസായ സ്ഥാപനത്തിന് വേണ്ട മുഴുവൻ യന്ത്രങ്ങളും സ്യൂട്ട് കേസിൽ ഒതുക്കാം. ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ ഒരേ ഒരു മൺതരിയിലാക്കാമെന്നേ. അതാണ് നാനോ ടെക്നോളജി. ഇത് തുറന്നിട്ടിരിക്കുന്ന സാധ്യതകൾ ലോകത്തെ കീഴ്മേർ മറിക്കും. കുള്ളൻ എന്നർത്ഥമുള്ള ഗ്രീക്ക് പദമാണ് നാനോ. 1 മീറ്ററിൻ്റെ 100 കോടിയിൽ ഒരംശം. ഒരു തലമുടി നാരിനെ നെടുകെ 1,00,000 ചെറുകഷ്ണങ്ങളാക്കി മുറിച്ചാൽ ഒരംശം വരും 1 നാനോമീറ്റർ. നാനോ ടെക്നോളജിയിൽ എല്ലാ പദാർത്ഥങ്ങളെയും ആറ്റങ്ങളുടെ തലത്തിലാണ് നോക്കിക്കാണുന്നത്. 1 നാനോമീറ്റർ മുതൽ 100 നാനോമീറ്റർ വരെയുള്ള പദാർത്ഥങ്ങളെയാണ് നാനോ ടെക്നോളജിയിൽ കൈകാര്യം ചെയ്യുന്നത്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് എത്രയാണെന്നറിയാമോ? അതെ, 0.1 നാനോമീറ്ററാണ്. അതായത് 10 ഹൈഡ്രജൻ ആറ്റങ്ങൾ തൊട്ട് നിരത്തി വെച്ചാലേ 1 നാനോമീറ്റർ ആകൂ. ഒരു ഗ്ലൂക്കോസ് തന്മാത്രക്ക് കഷ്ടിച്ച് 1 നാനോമീറ്റർ വലുപ്പമേയുള്ളൂ. നാനോ ബോട്ടുകൾ. നാനോ ടെക്നോളജി വഴി സാധ്യമാകുന്ന അദൃശ്യമായ റോബോട്ടുകളാണ് നാനോ ബോട്ടുകൾ. ഇവ രക്തത്തിൽ കലർത്തി അയച്ചാൽ രോഗങ്ങളെ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവയെ ചെറുക്കാൻ മരുന്ന് നിറച്ച നാനോ ബോട്ടുകളെയും പിന്നാലെ അയക്കാം. ജീവശാസ്ത്ര മേഖലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നാനോ ബോട്ടുകൾക്കാകും. ജനിതക കോഡുകൾ തിരിച്ചറിയാനുള്ള ഉപകരണമായും ഇതിനെ ഉപയോഗിക്കാം. അതോടൊപ്പം എഞ്ചിനീയറിംഗ് മേഖലയെയും ഇത് മാറ്റിമറിക്കും. വിവിധ ഉപകരണങ്ങളുടെ വലുപ്പം ഗണ്യമായി കുറക്കാനും കഴിയും. എന്നാൽ അവയുടെ ശക്തി 10 മടങ്ങ് കൂടുതലായിരിക്കും. കാർബൺ നാനോ ട്യൂബുകൾ. നാനോ ടെക്നോളജിയുടെ സംഭാവനയാണ് കാർബൺ നാനോ ട്യൂബ്. ഭാവിയിൽ കമ്പ്യൂട്ടറുകളുടെ തന്നെ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ നാനോ ട്യൂബ് ഉപയോഗിച്ചാവും. ഉരുക്കിൻ്റെ 1/6 മാത്രം ഭാരമേ കാർബൺ നാനോ ട്യൂബിനുണ്ടാകൂ. എന്നാൽ ഉരുക്കിൻ്റെ 6 മടങ്ങാണ് എന്ന് ഉറപ്പ് തന്നെ. 60ഓളം കാർബൺ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഒരു വളയം പോലെ ആവുകയും വളയത്തോടൊപ്പം നിരവധി കാർബൺ ആറ്റങ്ങൾ നീളത്തിൽ ചേർന്ന് ഒരു സിലിണ്ടർ ആകൃതി കൈവരിക്കുകയുമാണ് ഈ സാങ്കേതിക വിദ്യയിൽ. നിരവധി കാർബൺ ആറ്റങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതിനാൽ കുറേ ഇലക്ട്രോണുകളിലെ സ്വതന്ത്രമാക്കാൻ നാനോ ട്യൂബിന് കഴിയും. അതേസമയം ഇവയ്ക്ക് ദൃഢത കൂടുതലുമാണ്. വൈദ്യുത ചാലകത, മൃദുത്വം, ചൂട് കടത്തിവിടാനുള്ള കഴിവ്, ഉറപ്പ്, റബ്ബർ പോലെ വലിച്ചു നീട്ടാനുള്ള കഴിവ് എന്നിവയുള്ളതിനാൽ കാർബൺ നാനോ ട്യൂബിന് ഭാവിയിൽ പ്രപഞ്ചത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാധിക്കും. ബോംബ് വീണാൽ തകരാത്ത പാലങ്ങളും ഭൂകമ്പത്തെ ചെറുക്കുന്ന വീടുകളും നിർമ്മിക്കാൻ കഴിയും. ശാസ്ത്രങ്ങളുടെ ശാസ്ത്രം. നോബൽ ജേതാവും അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനുമായിരുന്ന റിച്ചാർഡ് ഫെയ്ൻമാൻ 1918 to 1988 വരെ ആണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇദ്ദേഹമാണ് ആദ്യമായി നാനോ ടെക്നോളജിയെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമെല്ലാം നാനോ ടെക്നോളജിയുടെ ഭാഗമാണ്. ഇവയിലൊക്കെ നടക്കുന്ന ഗവേഷണങ്ങളുടെ ഫലമാണ് നാനോ ടെക്നോളജിയുടെ വികാസം. നാനോ വൈദ്യുതി, നാനോ ടെലിവിഷൻ, നാനോ മൊബൈൽ ഫോൺ, നാനോ കമ്പ്യൂട്ടർ, നാനോ യന്ത്രങ്ങൾ, നാനോ കൃത്രിമ ശരീരഭാഗങ്ങൾ, നാനോ മരുന്ന് എന്നു വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും മാറ്റിമറിക്കാൻ പോകുന്ന ആധുനിക ശാസ്ത്രശാഖ തന്നെയാണ് നാനോ ടെക്നോളജിയെ ഈ ശാസ്ത്രലോകം കാണുന്നത് കേട്ടോ. താങ്ക് യു.